പൊതുവെ നിങ്ങൾ ഷൂട്ടിംഗ് സെറ്റിൽ എല്ലാവരും നല്ല ഫ്രണ്ട്സാ അല്ലേ? വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരും. ഞാനും ആശിച്ചി അവിടെ ദുബൈയിലാണല്ലോ. ഇടയ്ക്ക് ഞങ്ങൾ അവിടെ വെച്ച് കാണാറുണ്ട്. നിങ്ങൾക്ക് അവിടെയും കമ്പനി? അതെ, അവിടെയും കമ്പനിയുണ്ട്. വീട്ടിൽ പോവുകയും വരികയൊക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവന്നപ്പോ ആദ്യം കണ്ടത് ആശിച്ചിയാണ്. ഞാനും ആശിച്ചിയും എന്റെ സിസ്റ്ററുമായിരുന്നു വെളിയിലുണ്ടായിരുന്നു. കുറെ നാളിങ്ങനെ ഒരേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ ഒരു സീരിയലില് ഏകദേശം ഒരു വർഷത്തോളമൊക്കെ ഒരാളുടെ കൂടെ തന്നെ ഇങ്ങനെ അല്ലെ, അമ്മ മകള് ചേച്ചി കുറച്ചൊരു അറ്റാച്ച്മെന്റ് വരുമായിരിക്കും. കുറച്ചല്ല, നല്ലപോലെ. ഇപ്പൊ ഞാനും ആശിച്ചയും ഷെല്ലിയും ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ അറ്റാച്ച്ഡ് ആണ്. ഈ സീരിയലിലുള്ള അങ്ങടും ഇങ്ങടും ഉള്ള തല്ലു മാത്രമേ ഉള്ളൂ. പക്ഷെ അതങ്ങട് ഒരു കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് ആ സമയത്ത് ഒരു കോമ്പറ്റീഷൻ പോലെ അല്ലെ, അതൊരു രസമായിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലെ. അത് പറയുമ്പോ ഞാൻ ഇങ്ങനെ പറയാം, അപ്പൊ ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊക്കെ പറയുമ്പോ ഒരു രസമാണ്. അത് ഒരിക്കലും ഞങ്ങൾ ഉള്ളിൽ അതങ്ങനെ പറയുന്ന എന്നുള്ള ഒരു ഈഗോ ഇവിടൊന്നും ചിന്തിച്ചിട്ടില്ല. അത് വളരെ അറ്റാച്ച്മെന്റ് ആണ് ഞങ്ങൾ മൂന്നുപേരും തമ്മിലാണ്. ഇത്രയും നേരം സംസാരിച്ചപ്പോഴും ജെറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. എന്റെ വീട്ടില് പപ്പ, അമ്മ, 2 ചേച്ചിമാർ, ഞാൻ ഏറ്റവും ഉള്ളത്. ഓ അത് ശരി. നിങ്ങളുടെ അവിടെ അപ്പൊ അവിടെ ഇവിടെ ഒരു ആൺകുട്ടിയില്ല ഇല്ല അല്ലേ? നിങ്ങളുടെ വീട്ടിലും പെൺകുട്ടികൾ, ഈ ഒരു പുത്രനേ ഉള്ളൂ 2 കുടുംബത്തിനും കൂടെ അല്ലേ? നല്ല മരുമോനാണോ അമ്മയ്ക്കും? നല്ല വരുമാനം. അമ്മായിമ്മമാരല്ലോ. എന്നാലും അമ്മ പറയുമല്ലോ. ജെറിൻ പാടില്ല? ഇല്ല, ഞാൻ വീട്ടിൽ പാടും എനിക്ക് കേൾക്കാൻ വേണ്ടിട്ട്. എനിക്ക് ആദ്യമായിട്ടൊരു പാട്ട് പാടി തന്നിട്ടുണ്ട്, അതോടെ നിർത്തി. അശ്വതി പറഞ്ഞു ഇനി പാടാം. ഞാൻ ഒന്നറിയാതെ പറഞ്ഞു പോയത്. പിന്നെ അതിനുശേഷം പാടിയിട്ടില്ല. പിന്നെ അതിനുശേഷം വളരെ സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞു നോക്കി. പിന്നെ ഈ വായതാ പാട്ട് വന്നിട്ടില്ല. എന്നാലും അല്ലാതെ ഹേർട്ട് ചെയ്തല്ലേ? പക്ഷെ വേറൊന്നും കണ്ടല്ല, കരോക്കെ ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് പാടി തന്നത്. പക്ഷെ നമ്മൾ സാധാരണ പ്രത്യേകിച്ച് മലയാളികൾക്കാന്ന് തോന്നുന്നു, ഇപ്പൊ നല്ലത് കണ്ടാലും നമ്മളൊരു തമാശക്ക് ചിലപ്പോ പറയും ഇനി പാടരുത് എന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞാണ്. അതുപോലെ ഞാനൊന്ന് പറഞ്ഞു പോയതാ. പക്ഷെ അതിനുശേഷം പാടിയിട്ടില്ല. എത്ര എന്റെ ഒരു സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു പാട്ട് മാത്രം പാടിത്തരില്ല. സെൻസിറ്റീവ് ആണ് അല്ലേ? സെൻസിറ്റീവ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവര് ചെറിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹേർട്ട് ചെയ്യും. അല്ലാതുള്ളവര് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇഗ്നോർ ചെയ്യും. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും മനസ്സിലിച്ചിട്ടല്ല പറഞ്ഞത്. എന്റെ ഒരു കുട്ടിക്കുറുമ്പ് കൊണ്ട് ഇനി പാടരുത് കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോടാ, ചുമ്മാ പറഞ്ഞല്ലേ, ഇനി പാടാം ഏട്ടാ. ഇപ്പൊ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും പറഞ്ഞു. അതെ, ഇനിയിപ്പോ അതൊക്കെ പാടി വരാം. ഇനി പാടിക്കോളൂ. ഒരു മലയാളം പാട്ട് പാടും. അച്ഛൻ എനിക്ക് പാടി തന്ന പാട്ട് തന്നെ പാടാം. ചെറും കൂടെ പാടിക്കോളൂ. എന്നാലെങ്കിലും ഞാൻ കേക്കട്ടെ. ജെറിനൊരു പാട്ട് പാടും. അയ്യോ വേണ്ട, അത് കേൾക്കാൻ അതിപ്പോഴും ഇരിപ്പുണ്ട് അവിടെ. വേഴാമ്പൽ കേഴും വേനൽ കൂടീരം നീ, വേഴാമ്പൽ കേഴും വേനൽ കൂടീരം നീ, ഏകാകിനി നിന്നോർമകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി, വേഴാമ്പൽ കേഴും വേനൽ കൂടീരം നീ. ഈ സീരിയലിൽ അഭിനയിച്ച് കിട്ടുന്ന പൈസയൊക്കെ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് സൂക്ഷിക്കോ? ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കോ? പിന്നെ അക്കൗണ്ടിൽ വന്ന് അത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കഥയൊന്നുമില്ലല്ലോ. കണ്ടമാനം ചെലവാക്കാൻ നാട്ടിൽ നിൽക്കുന്നില്ല, അതുപോലെ ചെലവാക്കത്തുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പിശിക്കിന്റെ അല്ല, അങ്ങനെ ചെലവാക്കാറില്ല. കഴിവതും പൈസ കയ്യിൽ വന്നാൽ പുറത്ത് പോകാതിരിക്കാൻ ഞാൻ നോക്കും. എന്റെ അറ്റ ശ്രമം വരെ ഞാൻ നോക്കും കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്തൊരു പ്ലാനിങ് ആണ്. ഞാനൊക്കെ ചിലപ്പോ ഞാനൊക്കെ എന്തൊരു ഫൂളാണ്. അപ്പോ വേറെ വിശേഷങ്ങളൊന്നും പറയാനില്ല. കുറ്റം പറയുന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ കുറ്റമൊന്നും പറഞ്ഞില്ല. കുറ്റമൊന്നും ഇല്ല അല്ലേ? എന്തെങ്കിലും ഒരു കുറ്റം പറ, ഒരു സമാധാനത്തിന്. അപ്പൊ വളരെയധികം സന്തോഷം ജെറിൻ. അപ്പോ
ഇനിയും കുറെ നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.